ഇപ്പോൾ 2024 പൂരം അലങ്കോലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അന്വേഷണ സംഘം ആരായുകയുണ്ടായി. എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള അനാവശ്യമായിട്ടുള്ള പല ഇടപെടലുകളും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങളെല്ലാം പോലീസ് സംഘത്തോട് വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. പോലീസിന് സംഭവിച്ചിട്ടുള്ള എല്ലാ വീഴ്ചകളും കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, നാളിതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ആ നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ബലപ്രയോഗത്തിലേക്കും തുടർന്ന് പൂരം നിർത്തിവെക്കാനുള്ള സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിലെ MLA, MP, അതുപോലെ തന്നെ മന്ത്രി, 2-3 മന്ത്രിമാരുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവരുടെ എല്ലാം സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൂരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് മന്ത്രി രാജൻ ഉൾപ്പെടെ, സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും സംഭവ സ്ഥലത്ത് വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ബോധപൂർവമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്, പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വലിയ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ പൂരം അത് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ മന്ത്രിമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായില്ല? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.